ഹായ് ഹലോ. ഇലക്ഷൻ നടന്നതിൻ്റെ അന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാനും ചേട്ടനും ഒരുമിച്ചായിരുന്നു കേട്ടോ ഓട്ടാനൊക്കെ ആയിട്ട് പോയത്. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് മുട്ടയ്ക്കാട് സ്കൂളിലോട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അവിടെയായിരുന്നു ഓട്ട്. അപ്പോൾ പോകുന്ന വഴി തന്നെ ചേട്ടന് പരിചയമുള്ള കുറച്ച് പേരൊക്കെ കണ്ടു, സംസാരിച്ചു. നേരെ ഞങ്ങൾ സ്കൂളിലോട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങളുടെ വണ്ടി ഒതുക്കിയതിന് ശേഷം ഞങ്ങൾ താഴോട്ട് പോയിട്ട് താഴത്തെ ബിൽഡിങ്ങിലായിരുന്നു ഞങ്ങൾക്ക് ഓട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയി കേട്ടോ. അപ്പോൾ ഞാൻ പോയ സമയത്ത് വീഡിയോ എടുത്തില്ല കേട്ടോ. ഞാൻ ആദ്യം ഓട്ടിട്ടതിന് ശേഷം പുറത്തിറങ്ങിയതിന് ശേഷമാണ് ചേട്ടൻ പോയത് കേട്ടോ. അപ്പോൾ ചേട്ടൻ പോയ സമയത്ത് ഞാൻ പതിയെ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചു കേട്ടോ. നമ്മളെ മൊബൈൽ ഒന്നും അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെയൊക്കെ എടുക്കാൻ ഒരു പേടിയായതുകൊണ്ട് എടുക്കാനൊന്നും എനിക്ക് അങ്ങനെ വലിയ പേടിയൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങ് വീഡിയോസ് എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും മാളുവിൻ്റെ അനിയത്തി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ആരാണെന്ന്. പിന്നീട് അവിടെ ഓടി അടുത്തോട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ആളെ. പിന്നെ നേരെ ബീരിയുടെ കടയിലോട്ട് പോയി എനിക്ക് പാല് വാങ്ങിക്കാനുണ്ടായിരുന്നു. പാലൊക്കെ വാങ്ങി വന്നതിന് ശേഷം ചായ ഇടുന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ വിചാരിച്ചു അയ്യോ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ ഒന്നും. അങ്ങനെ പെട്ടെന്ന് 2 ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ചായ കുടിച്ചു. ഞങ്ങൾ നേരെ സിനിമയ്ക്ക് പോകാൻ കേട്ടോ. ഇച്ചിരി മഴയുണ്ടായിരുന്നു. ഞാനും ചേട്ടൻ മഴക്കോട്ട് ഇട്ടു. ബീനി സുമോദേട്ടൻ മഴക്കോട്ടൊന്നും ഇല്ലാതെ മഴ നനഞ്ഞായിരുന്നു കേട്ടോ പോയത്. എനിക്കാണെങ്കിൽ ഇച്ചിരി തൊണ്ടവേദനയും കാര്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മഴക്കോട്ട് ഇടാതെ എനിക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പഴയതല്ല പുതിയതൊക്കെ തന്നെയാണ് കേട്ടോ. ഒരു നീല ഒരു മഴക്കോട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് അശ്വതി തിയേറ്ററിലോട്ടാണ് കേട്ടോ, പെരിങ്ങമലയുള്ളത്. അപ്പോൾ കുറേ നാളായി വാഴ മൂവി കാണണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ട് തന്നെ കാണാൻ പോകണമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ പോയി. അയ്യോ, പകുതി വരെയും ചിരിയെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കും കോമഡി ആയിട്ടുള്ള പരിപാടിയാണ്. ഇന്റർവെല്ലിന് ശേഷമാണ് ഇച്ചിരി കഥയായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നത്. അതുവരെ നമ്മുടെ സ്കൂൾ കാലഘട്ടം മൊത്തത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും +2 കാലത്തെ കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ലൈഫായിരുന്നു ഞാൻ അതിൽ കണ്ടിരുന്നത് കേട്ടോ. ഞാൻ +1 +2 ഒക്കെ എനിക്ക് വലിയൊരു ഇതില്ലായിരുന്നു. സ്കൂളിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുക, സ്കൂളിൽ പോവുക, പഠിക്കുക, വരിക, അതല്ലാതെ ഒരു എൻജോയ്മെൻ്റ് ആയിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സുമായിട്ട്, അതായത് ഞങ്ങൾ ഗേൾസ് വള്ളി മാത്രമായിട്ട് ചെറിയ ക്ലാസ്സിൽ വരുമ്പോൾ ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ ഞങ്ങൾക്ക് വേറൊരു ഫ്രണ്ട്ഷിപ്പോ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇല്ല നല്ല വേറൊരു രീതിയിലുള്ള അടിച്ചുപൊളി അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് അവിടെയാറ് കൂടെയാണ് പഠിച്ചത് എങ്കിൽ പോലും ഞങ്ങൾ എവിടെയും അങ്ങനെ പോവുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 1 തൊട്ട് 10 വരെ ഞാൻ അടിപൊളിയായിട്ട് ആസ്വദിച്ച ഒരു സ്കൂൾ കാലഘട്ടമായിരുന്നു എൻ്റെത്. ഞാൻ ആ ഒരു സിനിമയിൽ ഫുള്ള് ഞാൻ അതിൽ ആ ഒരു മൂവിയിൽ ഫുള്ളായിട്ട് കണ്ടുവിട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമ വളരെ നല്ലതായിരുന്നു കേട്ടോ. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ വന്ന സിനിമയായിരുന്നു. എബി ഇതറിഞ്ഞപ്പോൾ അവന് ഭയങ്കര സങ്കടമായിട്ടോ അവനെ കൊണ്ട് പോകാത്തതുകൊണ്ട്. എന്തായാലും അവൻ വന്നോളം തന്നെ അവനെയും കൊണ്ട് ഒരു പ്രാവശ്യം കൂടെ വരണമെന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു മൂവിയാണ്. വാഴ ഫസ്റ്റും കാണാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡെങ്കിലും അവനെയും കൊണ്ട് പോകണമെന്ന് വിചാരിച്ചു, ഈസ്റ്ററിന് പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും വെക്കേഷന് ഇടയ്ക്കാവും വരും. അപ്പോൾ എന്തായാലും പോകണം. പിന്നെ ഞങ്ങൾ 4 പേരുടെ നേരെ പോയത് തമ്പുരാൻ ഹോട്ടലിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഞാൻ ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും വാങ്ങി. ചേട്ടന് പൊറോട്ടയും ചിക്കൻ കറിയും, അതേപോലെ തന്നെ സുമോദേട്ടനും പൊറോട്ടയും ചിക്കൻ കറിയും വാങ്ങി. ബീന ഫ്രൈഡ് റൈസും വാങ്ങി കേട്ടോ. അപ്പോൾ നേരെ ഞങ്ങൾ ബീനയുടെ വീട്ടിലോട്ട് വന്നു. അവൾ നല്ല മിഞ്ചി ഇട്ടിട്ടുള്ള കട്ടൻ ഇട്ട് തന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.